കല്യാണി 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 എന്നെ ഇവര് എല്ലാം മനസ്സിലായി. ഒന്നും സംഭവിച്ചില്ലല്ലോ. കല്യാണി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ? കല്യാണി എങ്ങനെ? എല്ലാം പറയാം. ആദ്യം നമുക്ക് ഇവിടെ നിന്നിറങ്ങാം. വാ. പതി പടി സുവർണ. അരവിന്ദ്, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. അവിടെ ഇല്ല. സ്റ്റേഷനിൽ ആരെ ബോംബ് വെച്ചിരിക്കുന്നു പറഞ്ഞ് ബോംബ് സ്ക്വാഡ് തെരച്ചിൽ നടത്തുക. മീഡിയക്കാരെയും പോലീസുകാരെയും കൊണ്ട് ആ ഭാഗം ആകെ നിറഞ്ഞിരിക്കുക. അല്ല, അപ്പൊ പിന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കല്യാണി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്? അത് കല്യാണി ആയിരിക്കില്ല. എന്തായാലും അരവിന്ദ് പേടിക്കണ്ട, നമുക്കൊന്നുകൂടി അന്വേഷിക്കാം. എവിടെയാണെന്ന് വെച്ച് അന്വേഷിക്കുക സുവർണ. അയ്യോ, അഖിലാന്റിയ. ഇപ്പൊ ഫോൺ എടുക്കണ്ട അരവിന്ദ്. ഞാൻ അടുത്ത സ്റ്റേഷനിൽ വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഒന്നുകൂടി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തേക്ക് ഒന്ന് അന്വേഷിക്കും. ശരി. എന്ന് സുവർണ ഞാൻ വിളിക്കാം. ഓക്കെ, ശരി. രജിസ്റ്റർ ഓഫീസ് റോഡ് എത്തിയോ? അതെ സാർ, ഇപ്പൊ ആ റോഡിലേക്ക് കയറി. റോഡ് സൈഡിലൊരു നീല സ്കൂട്ടർ ഉണ്ടാവും, അവിടെ നിർത്ത്. കാണുന്നില്ലല്ലോ സാർ. ഏതായാലും ചേട്ടൻ ഇവിടെ നിർത്ത്. എത്രയായി? 60 രൂപ. അയ്യോ അരവിന്ദ്, ആനന്ദ് കല്യാണി. ശരിയാണല്ലോ. സൈഡിലൊതുക്ക. ഇതെന്താ ഇവിടെ? ബ്രോ, ഇത് എവിടെയായിരുന്നു ബ്രോ? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ? എന്താ കല്യാണി, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത?
അത് ഫോൺ പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലും എന്തൊക്കെയാ ബ്രോ ഈ നടക്കുന്നത്? ഞാൻ ബ്യൂട്ടി പാർലറിൽ ഹെർബൽ പ്രോഡക്ട്സ് കൊടുക്കാൻ പോയതാ. എനിക്ക് ആ SI ഒന്ന് കാണണം. നന്ദന, നീ ഇവരെ വീട്ടിലേക്കൊക്കെ. അരവിന്ദ്, നീ വെറുതെ എടുത്തു ചാട്ടം കാണിക്കാൻ നിൽക്കരുത്. എന്ത്? ഏയ് വേണ്ട. എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാണുന്നില്ല. കല്യാണി, നിങ്ങളിപ്പോ കാറിൽ കയറ്. ആന്റി അങ്കിളും ഒക്കെ അവിടെ വിഷമിച്ചിരിക്കുക. അരവിന്ദ്, വണ്ടി എടുക്ക. വാ, ബാക്കിയെല്ലാം നമുക്ക് തൃച്ചംബരത്ത് എന്നിട്ട് ആലോചിക്കാം. വാ, വണ്ടി എടുക്ക അരവിന്ദ്. സുബ്ബണ്ണനാ. ആനന്ദ്, നീ? ഓ, സമാധാനായി. എടാ, നീ ഇതെവിടായിരുന്നു? എല്ലാം പറയാൻ സുബ്ബണ്ണ. പിന്നെ സുബ്ബണ്ണ, ഒരു ഹെൽപ്പ് ചെയ്യണമായിരുന്നു. ബ്രോയുടെ സ്കൂട്ടർ ഇവിടെ എവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇവിടെ എവിടെയും കാണുന്നില്ല. അതൊന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ബ്രോ, ആ സ്കൂട്ടറിന്റെ ചാവി ഒന്ന് കൊടുക്കും. സുബ്രു, ഞാനിവിടെ. അയ്യോ, അഖിലാന്റി. ഞാൻ തൃച്ചംബരത്തേക്ക് വരാം. അഖിലാന്റിയൊക്കെ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇപ്പൊ ഫോൺ എടുക്കണ്ട, നമ്മളങ്ങോട്ട് പോവല്ലേ. ഞാൻ ഓഫീസിലൊന്ന് കയറിയിട്ട് തൃച്ചംബരത്തേക്ക് വരാം. ശരി. സുബണ്ണ, ഒരു കാര്യം കൂടി മറന്നു. കല്യാണിയുടെ ഫോൺ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. അതുകൊണ്ടൊന്നും എടുക്കണം സുബണ്ണ. ശരി, അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ വരും ചെയ്യല്ലേ? ശരി, ഓക്കെ. പറയൂ. നമ്മുടെ പ്ലാൻ ഒന്ന് പാളി. എങ്ങനെ? എല്ലാം കൃത്യമായി ഞാൻ ആസൂത്രണം ചെയ്തതാണ്. മീഡിയക്കാരും വന്നു. ആ സമയത്താണ് ഒരു അനോണിമസ് കോൾ വന്നത്. Anonymous call. I pity you, Mr. Inspector. Anonymous call പോലും. പോലീസ് സ്റ്റേഷന് ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ താൻ ഭയന്നു. അതൊക്കെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ അങ്ങ് വിശ്വസിച്ചു, അല്ലേ? ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എക്കാലത്തും അബദ്ധം പറ്റുമെന്ന് തന്നെ പോലുള്ളവര് സർവീസിലുണ്ടെങ്കിൽ മാറ്റി എഴുതേണ്ടി വരും. എടോ, തന്റെ ഫോണിലേക്ക് വന്നത് അനോണിമസ് കോൾ ആയിരുന്നില്ല. കല്യാണിയെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ കണ്ടെത്തിയ തന്ത്രമായിരുന്നു. അവന്റെ സാമർത്ഥ്യത്തിന് മുന്നിൽ താൻ തോറ്റു തൊപ്പിയിട്ടു. അതാ അവന്റെ ബുദ്ധിശക്തി. മാഡം, അത് അവൻ സ്റ്റേഷനകത്ത് കയറി അവളെ ഇറക്കിക്കൊണ്ടു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് തടഞ്ഞുവിടായിരുന്നോ? അതിന് ശ്രമിച്ചതാ ഞാൻ. അപ്പോഴാണ് മീഡിയക്കാരെല്ലാം ക്യാമറയിൽ പകർത്തുന്നത് ശ്രദ്ധിച്ചത്. അപ്പോ പിന്നെ നിശബ്ദരായി കണ്ടു നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. പോട്ടെ മാഡം, ഇനിയും സമയം വരും. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഞാൻ അവർക്കൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട്. അത് മുറിച്ചു കിടക്കുന്ന അന്ന്
പൊക്കും ഞാൻ രണ്ടിനെയും. തനിക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മുന്നിൽ കൂരിരുട്ടായിരുന്നിട്ട് പോലും കാഴ്ചയും അധികാരമുള്ള തന്റെ മുന്നിൽ നിന്ന് കല്യാണിയുടെ കയ്യും പിടിച്ചിറങ്ങി പോയവനാ ആനന്ദ് കൃഷ്ണൻ. തന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതുപോലെ അത്. തനിക്ക് പറ്റുമെങ്കിൽ ഞാനൊരു 48 മണിക്കൂർ സമയം തരാം. തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ ചെയ്ത് കാണിക്കും. എന്നിട്ട് വിളിക്കണ്ടേ? ഷുവർ മാഡം, ഐ വിൽ ഷോ യു വാട്ട് ഐ ക്യാൻ ഡു. അഖില, നീ അങ്ങോട്ടാ? കൃഷ്ണേട്ടാ, ആനന്ദം. അഖില, എന്താ ഇത്? അരവിന്ദ് അവനെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അവൻ കൂട്ടിക്കൊണ്ടുവരും ആനന്ദിനെ. കൃഷ്ണേട്ടാ, ഞാനൊരു അമ്മയാ. കാഴ്ച പോലും ഇല്ലാതെ എന്റെ മകൻ തിരക്കേറിയ റോഡിലൂടെ. ആന്റി, ആനന്ദേട്ടന് ഒന്നും സംഭവിക്കില്ല. ആന്റി ഇങ്ങനെ സങ്കടപ്പെടാതെ. മൊത്തത്തിൽ ഈ തൃച്ചംബരത്ത് കാലക്കേടാ. അതിനിടയിൽ എന്തിനാ ഈ ആനന്ദേട്ടൻ ഇങ്ങനെയൊക്കെ? ആ ഗുരുജി അവസാനം വന്നപ്പോ പറഞ്ഞതല്ലേ തൃച്ചംബരത്തുനിന്ന് അപകടം ഒഴിഞ്ഞു മാറിയിട്ടില്ലാന്ന്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? കുറച്ചു മുമ്പ് ഒരു വിലാസിനായിരുന്നു. അവളാണോ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് രഹസ്യം ചോർത്താൻ? അയ്യോ അല്ലങ്ങളെ, വിലാസിനാന്റി ഇപ്പം വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. ഹലോ മാഡം, ഞാൻ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ മാനേജറാണ്. എന്താ? ആനന്ദ് സാറ്. ആനന്ദ്? അഖില, അഖില എന്ത് പറ്റി? ഫോൺ ഇങ്ങനെയൊക്കെ. ഹലോ, എവിടെ വെച്ച്? ആന്റി സങ്കടപ്പെടല്ലേ ആന്റി, വരുന്നത് അനുഭവിച്ചല്ലേ പറ്റൂ. അഖില നിക്ക് നിക്ക്. അഖില, അഖില നീ എവിടെ പോകുന്നു? അഖില, അഖില എന്താ ഇത്? അഖില, നീ എവിടെ പോകുന്നു? അഖില, അഖില പറയുന്നതൊക്കെ. അഖില, ആനന്ദത്തി. മോനെ, മോനെ, ആനന്ദ്, എന്തായാലും ഇത്? നീ സ്കൂട്ടർ ഓടിക്കുന്ന കണ്ടപ്പോ ഈ അമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയി. അറിയോ നിനക്ക്? എന്റെ മോനെ, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ മോനെ തെരുവ് സർക്കസിലല്ല പഠിപ്പിച്ചത്, MBA പഠിപ്പിച്ച് ഗോൾഡ് മെഡലോടെ പാസ്സാക്കിയതാ. അമ്മ എന്താ അമ്മ ഇത്? അതിന് ബ്രോയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചിരുന്നെങ്കിലോ? തിരക്കുള്ള റോഡിലൂടെ കാഴ്ചയില്ലാതെ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതും മ്യൂസിക് കണ്ടപ്പോ മുതൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. അച്ഛാ, അത് ഞാൻ വേണ്ട. ഇനി അത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? കല്യാണി, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. ഇനി കാഴ്ച തിരിച്ചു കിട്ടുന്നതുവരെ ആനന്ദ് സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല. അച്ഛാ, വേണ്ട, പറഞ്ഞതനുസരിച്ചാ മതി.
കൃഷ്ണേട്ടാ, ലക്ഷ്മിയുടെ ബ്രദർ നാളെ എത്തും. ഓസ്ട്രേലിയയിലെ വലിയ ഓഫ്താൽമോളജിസ്റ്റാ. എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കണം. അതെ, എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണം. മോനെ, നീ ഇനി അമ്മയെ വിട്ട് എവിടെയും പോകരുത്. ഇവിടെ നിന്നാ മതി, തൃച്ചംബരത്ത്. ചികിത്സ കഴിഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടുന്നവരെങ്കിലും നീ ഇവിടെ നിൽക്കുന്നേ മോനെ നല്ലത്. ഇപ്പോ നിന്റെ ജീവനും അത് തന്നെയാ സുരക്ഷിതത്വം. വാ മോനെ, അകത്തേക്ക് വാ. മോനെ, ഇല്ലമ്മേ, ഞാൻ തൃച്ചംബരത്തേക്കില്ല, ഔട്ട് ഹൗസിലേക്കാ പോകുന്നത്. മോനെ, ആനന്ദ്. കല്യാണി, കല്യാണി, പോവാം. നിക്ക്. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും അനുഭവിച്ചിട്ടും നിനക്ക് മതിയായില്ലല്ലേ? എല്ലാം നഷ്ടപ്പെട്ടില്ലല്ലോ അമ്മേ, ജീവൻ ബാക്കിയുണ്ടല്ലോ. ഞാൻ താലി കെട്ടിയ ഈ കല്യാണി എന്റെ ജീവൻ. കല്യാണി ഉള്ളിടത്തെ ഞാനും ഉണ്ടാവും. അതാ ഇനി എന്റെ സുരക്ഷയ്ക്ക് നല്ലത്. കല്യാണി വാ. കൃഷ്ണേട്ടാ, നന്ദന വാ. അല്ല, ഈ തൃച്ചംബരത്തുകാർ എന്ന് മുതലാ നിന്റെ മാത്രം ശത്രുവായി തുടങ്ങിയത്? അവള് കല്യാണിയെ ബ്യൂട്ടി പാർലറിൽ നിന്നും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തായി? അവളെ ജയിലിൽ അയച്ചോ നീയ? കഷ്ടം. അവളുടെ പേരിൽ ഒരു പെറ്റ് കേസെങ്കിലും ചാർജ് ചെയ്യിക്കാൻ പറ്റുമോ നിനക്ക്? ഞാൻ അറിയാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ... ഓ പിന്നെ പറഞ്ഞിരുന്നെങ്കി ഇപ്പൊ കല്യാണി സെൻട്രൽ ജയിലിലായനെ. ഒന്ന് പോ പ്രിയങ്കെ. അറിഞ്ഞു ചെയ്തതൊക്കെ വൻ വിജയമായിരുന്നല്ലോ. പറഞ്ഞില്ല പോലും. പ്രിയങ്കെ, നിനക്കോ ഈ മൗനവ്രതത്തിലിരിക്കുന്ന അമ്മാവനോ തൃച്ചംബരത്തുകാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ എന്റെ ഈ ഒറ്റയാൾ പോരാട്ടം.
ശത്രുപക്ഷത്ത് അടിപതറിയത് നമ്മൾ കൈകോർത്ത് യുദ്ധം ചെയ്തപ്പോഴല്ല, ഈ ഗംഗ ഒറ്റയ്ക്ക് ആയുധം എടുത്തപ്പോഴാ. അത് മറക്കരുതാരും. ഗംഗേ, നീ? അതെ, അത് തന്നെ. ആനന്ദിന്റെ 2 കണ്ണുകളിലും ഇരുൾ കടത്തിയത് ഈ ഞാൻ ഒറ്റയ്ക്കാ. അല്ലെന്ന് പറയാമോ നിങ്ങൾ 2 പേർക്കും? ആനന്ദ് മിസ്സായപ്പോ അതിന് പിന്നിൽ ഞാനാണെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചിരുന്നതല്ലേ? ഞാനെന്ന് മിണ്ടാതിരുന്നത് ഞാനല്ല അതിന്റെ പിന്നിലെന്ന സത്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. അതെ, സത്യമെന്നും സത്യം തന്നെയാണ്. ഒരക്ഷോണിപ്പടയുടെയും പിൻബലമില്ലാതെ നീ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം തന്നെയാണ് ആനന്ദിന്റെ കണ്ണുകളെടുത്തത്. അതിൽ ലെവലേശം സന്ദേഹമില്ല ആർക്കും. പക്ഷേ ഒന്നിച്ചു നിന്നിട്ട് ഒറ്റയ്ക്ക് സമ്മാനം വാങ്ങുന്നത് ശരിയായ നടപടിയല്ല. ഒളിപ്പോര് നടത്തിയ പഴശ്ശിത്തമ്പുരാൻ പോലും ഒറ്റയ്ക്കല്ല ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ടത്, സംഘമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് കൂടെ നിൽക്കുന്നവരുമായിട്ട് ഒന്ന് ആലോചിക്കണം. കാരണം എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. അങ്കിളെ, ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നൊരു പഴമൊഴിയുണ്ട്. എന്റെ ഉള്ളിൽ പുകയുന്ന തീ കെടുത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. അസ്ത്രമൊന്ന് പിഴച്ചെന്ന് കരുതി ആയുധം താഴ്ത്തി വെക്കുന്നവനല്ല വീരയോദ്ധാവ്. ഇനിയും മൂർച്ച കൂട്ടി ഒരുക്കും ഞാൻ ആയുധങ്ങൾ. കൊള്ളാം. ക്ഷത്രിയ രക്തത്തിന്റെ ചൂരും ചൂടും. പക്ഷേ ഒന്ന് ഓർക്കണം, ശിബിരത്തിലെ ആഭ്യന്തര കലഹങ്ങൾ നാശമേ സമ്മാനിച്ചിട്ടുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി നിൽക്കണം. ശത്രുപക്ഷത്ത് തളർച്ചയുണ്ട്, ആ സമയത്ത് വേണം തിരിച്ചടിക്കാൻ. അങ്കിൾ, ഇവളൊറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ല, ഇവളുടെ രഥത്തിൽ സാരഥിയായിട്ട് ഈ നരവീണ അമ്മാവനും ഉണ്ടാവും കൂടെ. അപകടം മണത്തറിഞ്ഞ് രഥം തിരിക്കാൻ കഴിവുള്ള തന്ത്രം മെനയുന്ന തേരാളിയായിട്ട്. ഇതാണ് പുതിയ പോരാട്ട മാർഗം. നാഗമടത്ത ഗിരിരാജവർമ്മയുടെ തീരുമാനം. ഇത് മാറ്റിയെഴുതാൻ ചേച്ചിയോ അനുജത്തിയോ ശ്രമിച്ചാൽ